ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവറാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. കാണാനും നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ടേബിൾ മാറ്റിലും കുഷ്യൻ കവറിലും ടേബിൾ റണ്ണറിലും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറാണ്. ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് വൂളൻ നൂല് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ക്രോഷ്യ നൂല് വെച്ചിട്ടും ഇതുപോലെ ഫ്ലവർ ചെയ്യാം. ഇത് ഞാൻ ക്രോഷ്യയുടെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയാണ് ഈ നൂല് വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഇതുപോലെ ഒരു മാജിക് റിങ് ഉണ്ടാക്കിയെടുക്കാം. ഇനി 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ റിങ്ങിൻ്റെ അകത്ത് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. ടോട്ടൽ ഈ റിങ്ങിൻ്റെ അകത്ത് 16 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഈ 3 ചെയിനും കൂടെ കൂട്ടിയിട്ട് 16 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അടുത്ത കളർ നൂല് ഇതുപോലെ എടുത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 6 ചെയിൻ ഇട്ട് കൊടുക്കാം. 3, ഇനി ഒരു 3 ചെയിനും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. പിന്നെ 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ സെയിം ചെയിനിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 8 പ്രാവശ്യം ചെയ്തെടുക്കാം. 8 ട്രയാങ്കിൾ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് ലാസ്റ്റ് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് 8 ഡബിൾ ക്രോഷ്യ, ഈ 3 ചെയിനും കൂടെ കൂട്ടി 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലായിട്ട് 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ചെയിനിലോട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ വെച്ച് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലായിട്ട് 6 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ട്രയാങ്കിളിൻ്റെ അകത്തൂടെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് 8 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനിയും ഈ സൈഡിലും ഇതുപോലെ തന്നെ 6 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ അകത്തൂടെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്തെടുക്കാം. ഇനിയും ലാസ്റ്റിൽ നമ്മൾ ആദ്യത്തെ പെറ്റലിൻ്റെ ഈ സൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ 6 ഡബിൾ ക്രോഷ്യ ഇതുപോലെ ഇതിൻ്റെ അകത്തൂടെ എടുത്ത്
ചെയ്തു കൊടുക്കാം. ഇതുപോലെ 6 ഡബിൾ ക്രോഷ്യ ഈ സൈഡിൽ ചെയ്തതിന് ശേഷം ഇവിടെ ഈ മൂന്നാമത്തെ ചെയിനിൽ നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറിന് ലീഫ് തയ്ച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ നൂല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് അത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് ഇനി നമുക്ക് ഈ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഇതുപോലെ 2 പ്രാവശ്യം ചുറ്റിയെടുത്ത് 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പീക്കോട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇനി പിന്നെയും ഒരു ട്രിപ്പിൾ ക്രോഷ്യായും കൂടെ ഈ സ്പേസിൽ ചെയ്തെടുക്കാം. പിന്നെയും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്യാപ്പിലോട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് 3 ഡബിൾ ക്രോഷ്യ, 2 ട്രിപ്പിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം.
ലാസ്റ്റ് നമുക്ക് ഇവിടെ ഈ സിംഗിൾ ക്രോഷ്യായിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്